എടാ വരയ്ക്കുന്നതല്ലേ നിനക്ക് ഡൗട്ട്? എടാ വരയ്ക്കുന്നതിൽ നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത് എന്താ? ആദ്യം എപ്പോഴും വരയ്ക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഒരു നമുക്ക് വരയ്ക്കാൻ എപ്പോഴും രണ്ട് മീഡിയം വേണം, അറിയാമല്ലോ. മീഡിയം വേണം. ഇത് മീഡിയം 1, ഇത് മീഡിയം 2. നമുക്ക് ഈ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയേണ്ട കാര്യങ്ങൾ എന്താ? മീഡിയം റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്റർ ആകുന്ന ടൈമിൽ അതിൻ്റെ പാത്തിൽ ചെറിയൊരു ഒരു വ്യത്യാസം വരും. അതുപോലെ അതിൻ്റെ സ്പീഡിനും എന്ന് വെച്ചാൽ ഡയറക്ഷനും സ്പീഡും ചേഞ്ച് ആവും. ഇതാണ് റിഫ്രാക്ഷൻ പറയുന്ന കാര്യം. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് രണ്ട് മീഡിയം വേണം റിഫ്രാക്ഷൻ പറയണമെങ്കിൽ. അപ്പം വരയ്ക്കുമ്പോൾ നമുക്ക് അതേപോലെ രണ്ട് മീഡിയം വേണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഇതിനെ വിളിക്കണ പേരാണ് നോർമൽ. ഈ രണ്ട് മീഡിയത്തിനും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന എല്ലാം എപ്പോഴും നോർമൽ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. അത് നമ്മളങ്ങനെ ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പം മാത്രമാണ്, അങ്ങനെ ഇല്ല. ഒരു ഇമാജിനറി ലൈനാണ് നോർമൽ. ഇത് മെയിനായിട്ട് ഇത് വരച്ചിരിക്കണം. രണ്ട് മീഡിയം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നോർമലും ഉണ്ടായിരിക്കണം. ഓക്കെയാണ്. ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും മീഡിയത്തിന് നമുക്ക് ഒരു വ്യത്യാസം കാണും. ഒരു ഇനിക്വാളിറ്റി എല്ലായിടത്തും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ കേസിൽ വലിയവൻ ചെറിയവൻ, അതുപോലെ റിച്ച് പുവറും ഉള്ള പോലെ തന്നെ മീഡിയത്തിലും ഇതേപോലൊരു വ്യത്യാസമുണ്ട്. അതാണ് റെയറർ മീഡിയം ഡെൻസർ മീഡിയം. ഇങ്ങനെ രണ്ട് മീഡിയം ഉണ്ടായിരിക്കും. നമ്മുടെ ഈ പറഞ്ഞ ഇനിക്വാളിറ്റി, മീഡിയത്തിനും ഒരു ഇനിക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ഒരു തുല്യതയില്ലായ്മ. ഓക്കെ, റെയറർ മീഡിയം ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മീഡിയം ഉണ്ട്. ഓക്കെ, ഇതിൽ റെയറർ മീഡിയം എന്ന് പറയുന്നതിൽ ലൈറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ലൈറ്റിൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഡെൻസർ മീഡിയം എന്ന് പറയുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, റെയറർ മീഡിയത്തിന് ലൈറ്റിന് നല്ല സ്പീഡ് കാണും. ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പം ലൈറ്റിന് സ്പീഡില്ല. ഇതാണ് ഇവിടെയുള്ള ഇനിക്വാളിറ്റി, ഈ തുല്യത കുറവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളൊരു പടം വരയ്ക്കുമ്പോഴും നമുക്ക് ഈ തുല്യത കുറവ് വേണം. നമുക്കെന്താ, ഒരു റെയറർ മീഡിയം വേണം, ഒരു ഡെൻസർ മീഡിയം വേണം. ഈ രണ്ട് മീഡിയം ഉണ്ടായിരിക്കുന്ന കേസ് ഇതിലൊരെണ്ണം ഇപ്പം M1 ആണ്, M1 റെയറർ മീഡിയം ആണെങ്കിൽ M2 ഡെൻസർ മീഡിയം ആയിരിക്കും. ഇനി തിരിച്ച് M1 ഡെൻസർ മീഡിയം ആണെങ്കിൽ M2 റെയറർ മീഡിയം ആയിരിക്കും. ഈ ഒരു ഇനിക്വാളിറ്റി അവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു തുല്യത കുറവ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ എടാ, ഈ പറഞ്ഞ ഇത്രയും കാര്യം നിനക്ക് ക്ലിയർ ആയ എന്ന് വെച്ചാൽ ഇത് ഇത്രയാണ് ബേസായിട്ട് നമുക്ക് വേണ്ടത്. ഈ ഒരു തുല്യത കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു തുല്യത കുറവുള്ളതുകൊണ്ട് മാത്രമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത്. എടാ, ഇത്രയും പറഞ്ഞ കാര്യം നിനക്ക് ക്ലിയർ ആവുമോ? ഇനി അടുത്തതിലോട്ട് പോവാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കെന്ത് വേണം? രണ്ട് മീഡിയം വേണം. നമുക്ക് അതിന് പെർപെൻഡിക്കുലറായിട്ട് ആരും വേണം? നോർമലും വേണം. ഇത് ബേസായിട്ട് വരയ്ക്കണം. ഇനി നമുക്ക് ആദ്യം ആരെടുക്കാം? റെയറർ മീഡിയം എടുക്കാം. ഞാൻ 6 മാത്രമേ എഴുതണോളെ. റെയറർ മീഡിയം എടുക്കാം. താഴെ ഡെൻസർ മീഡിയം എടുക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് എൻ്റർ ആകുന്നത്
റെയറർ മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് എൻ്റർ ആകുന്നത്. വേറെ കളർ കഴിക്കാം. റെയറർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് എൻ്ററായി ഡെൻസർ മീഡിയത്തിലോട്ട് വരണം. ഇത് എങ്ങനെ വരയ്ക്കാം എന്നാണ് ഇനി പറയാൻ പോണം. എന്ന് വെച്ചാൽ ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് വന്ന് നോർമലി കൂടെ കയറി താഴോട്ട് വരികയാണ്. ഓക്കെ, അതെന്ന് വെച്ച് ഇപ്പോൾ ഉള്ളതാ ഈ ഇതാ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ പാത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്ന, ഇത് വന്ന പോലെ ഇങ്ങനെ അങ്ങ് പോവില്ല. ഈ പോവാത്തതാണ് അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ ഇങ്ങനെ പോണതിന് പകരം ഈ പാത്തിൽ ഇങ്ങനെയോ ഒരു വ്യത്യാസം ഉണ്ടാക്കും. ഇതാണ് അവിടുത്തെ റിഫ്രാക്ഷൻ. ഓക്കെ, ഇതെങ്ങനെ മാറും? ഇത് നോർമലിനോട് അടുക്കുമോ നോർമലിനോട് നിന്ന് അകന്നു പോവോ എന്നാണ് ഇനി പറയാൻ പോണം. ഇതുവരെ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായ? എടാ, ഇതുവരെ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായെങ്കിൽ ഇനി നീ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്റർ ആകുന്ന ടൈമിൽ, എന്ന് വെച്ചാൽ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് കയറി കഴിയുമ്പം അതുവരെ ഉണ്ടായിരുന്ന ലൈറ്റിൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, ലൈറ്റിൻ്റെ സ്പീഡ് അവിടെ കുറഞ്ഞു വരും. ഞാൻ പറഞ്ഞു ഡെൻസർ മീഡിയത്തിന് ലൈറ്റിൻ്റെ സ്പീഡ് കുറവാണെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഇനിക്വാളിറ്റി, ആ സാധനം ഓർമ്മ വരണം. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്റർ ആവുമ്പം സ്പീഡ് കുറയും. ഓക്കെ, സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഇവർ ഏറ്റവും നല്ല രീതിക്ക് പോകാനല്ലേ നോക്കൂ. നമ്മളതിലൊരു ബുദ്ധിമുട്ടുള്ള അടുത്തുകൂടെ നമ്മൾ സഞ്ചരിക്കാൻ നോക്കൂലല്ലോ. നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി പോകാനല്ലേ നോക്കൂ. അപ്പോൾ ഇതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ, ഇപ്പോൾ ബുദ്ധിമുട്ട് മാറി ഏറ്റവും എളുപ്പമുള്ള വഴി പോകണം എപ്പോഴെന്ന് ചോദിച്ചാൽ, നോർമലിനോട് ചേർന്ന് വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഇവർക്ക് ഈ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് എൻ്റർ ആകുമ്പം അവർ ഡെൻസർ മീഡിയത്തിൽ അവിടെ വരുമ്പം ഇവർ നോർമലിനോട് ചേർന്ന് പോവും. ഓക്കെ, ഈ പാത്തിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാൻ മറന്നു പോകരുത്. ഇതും വരച്ചില്ല, ഇത് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ആ പടം കംപ്ലീറ്റായി. ഓക്കെ, ഒന്നുകൂടെ പറയാം. റെയറർ മീഡിയത്തിൽ ലൈറ്റിനൊരു സ്പീഡ് ഉണ്ടായിരുന്നു. ആ സ്പീഡിൽ നിന്ന് റെയറർ മീഡിയം ഫുള്ളിങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഇത് ഡെൻസർ മീഡിയത്തിലോട്ട് കയറി. ഓക്കെ, ഡെൻസർ മീഡിയത്തിലോട്ട് കയറിയപ്പം ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡിനൊരു വ്യത്യാസം വന്നേ. ഈ വ്യത്യാസം ഇതിനെ നോർമലിനോട് അടുപ്പിക്കും. എന്ന് വെച്ചാൽ സ്പീഡ് കുറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന സ്പീഡിൽ നിന്ന് സ്പീഡ് കുറഞ്ഞപ്പോൾ ഇത് നോർമലി പിടിച്ച് വലിച്ചെടുക്കും. നോർമലിലോട്ട് പിടിച്ച് അടുപ്പിക്കും ഇതിനെ. ഓക്കെ ആണോ? എടാ, ഇതുവരെ പറഞ്ഞത് നീ ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് മനസ്സിലായെങ്കിൽ അടുത്തതിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. നീ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കും. ഞാൻ അടുത്ത പറയുകയാണ് കേട്ടോ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ് വന്നത്. ഇനി ഇതിൻ്റെ തിരിച്ചുള്ളത്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റെയറർ മീഡിയത്തിലോട്ട് എൻ്റർ ആവുന്ന കേസ്. വീണ്ടും നമുക്ക് എന്ത് വേണം? ഒരു മീഡിയത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ബാരിയർ വേണം. ഓക്കെ, ഇനി നമുക്ക് ആര് വേണം? നോർമൽ വേണം. ഓക്കെ, മീഡിയ ആരാ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് എൻ്റർ ആവുന്നു? ലൈറ്റ് എൻ്റർ ആവുന്നു. ഓക്കെ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്ററായി. ഇനി
ഇനി ഈ ലൈറ്റിൻ്റെ പാത്തിൽ റെയറർ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് എൻ്റർ ആവുകയാണേ. ഓക്കെ, ഇനി പാത്തിലൊരു വ്യത്യാസം വരും. നമ്മൾ നേരത്തെ പറഞ്ഞു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വന്നപ്പം എന്ത് ചെയ്ത് പാത്ത് നോർമലിനോട് അടുക്കാൻ കാരണം എന്താ? ലൈറ്റിന് ഡെൻസർ മീഡിയത്തിന് റെയറർ മീഡിയത്തിനെ അപേക്ഷിച്ച് ലൈറ്റിൻ്റെ സ്പീഡ് ഭയങ്കര കുറവാകൊണ്ട് ഇത് നോർമലിനോട് അടുത്തു. തിരിച്ചു വന്നപ്പോഴോ ഡെൻസർ മീഡിയത്തിനെ അപേക്ഷിച്ച് റെയറർ മീഡിയത്തിന് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ സ്പീഡ് കൂടിയ നോർമലിനോട് അടുക്കേണ്ട ആവശ്യമില്ല. സ്പീഡ് കൂടിയ ഇത് എന്ത് ചെയ്യും? നോർമലിൽ നിന്ന് അകന്നു പോവും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നോർമലിൽ നിന്ന് അകന്നു പോവും. ഇതിപ്പോൾ ഞാൻ വരച്ചപ്പം ഒരുപാട് അടുത്ത് പോയി, ഏതാണ്ട് ഒരേ പാത്ത് പോലെ ആയിപ്പോയി. നോർമലിൽ നിന്ന് അകന്നു പോവും. ഇതാ ഇങ്ങനെ വരും. ഓക്കെ, നോർമലിൽ നിന്ന് അകന്നു പോവും. ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലാവുമെന്ന് നീ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിച്ചു. ഓക്കെ, പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒന്നുകൂടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഇതുവരെ ഒന്ന് പോസ് ചെയ്തൊന്ന് ആലോചിച്ചു. ഓക്കെ, മനസ്സിലാവുമെങ്കിൽ മാത്രമേ അടുത്ത ഇതിലോട്ട് കണ്ടിന്യൂ ആവും. എടാ ഇതുവരെ പറഞ്ഞ് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇപ്പോഴത്രയും റെയറർ മീഡിയം ഡെൻസർ മീഡിയം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മീഡിയം ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാം. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്റർ ആകുന്ന ടൈമിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറയുന്നു. ഡെൻസർ മീഡിയത്തിൽ വെച്ച് ലൈറ്റിൻ്റെ സ്പീഡ് കുറയുന്നു. സ്പീഡ് കുറഞ്ഞതുകൊണ്ട് അത് നോർമലിനോട് അടുക്കുന്നു. അതുവരെ വന്നിരുന്ന പാത്തിൽ നിന്ന് മാറി നോർമലിനോട് അടുത്തു വരുന്നു. ഇനി തിരിച്ച് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് വരുമ്പം ലൈറ്റ് ഒരു പർട്ടിക്കുലർ ആംഗിളിലൊക്കെയാണ് വന്നത്. അപ്പോൾ റെയറർ മീഡിയത്തിലോട്ടായതുകൊണ്ട് തന്നെ ലൈറ്റിന് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പം നോർമലിനോട് അടുക്കേണ്ട ആവശ്യമില്ല, നോർമലിൽ നിന്ന് അകന്നു പോവും. ഓക്കെ, ഇത് ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മീഡിയം ഏതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. റെയറർ മീഡിയം ഡെൻസർ മീഡിയം എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഇനി നീ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എയറിൻ്റെ സ്പീഡ് 3×10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. വാട്ടർ 3.25×10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസിന് 2×10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആരുണ്ട്? ഡയമണ്ടിന് 1.25×10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഈ ഇത്രയും സാധനം ഉണ്ടല്ലോ, ഈ ഓർഡറും അതിൻ്റെ സ്പീഡും ലൈറ്റിൻ്റെ സ്പീഡും ഇത് കാണാതെ പഠിക്കണം. എന്ന് വെച്ചാൽ എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. എയറിന് 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഗ്ലാസ്സിന് 3.25×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഗ്ലാസ്സിലോട്ടായപ്പം അത് 2×10⁸ മീറ്റർ/സെക്കൻഡ് ആയി. ഡയമണ്ടിലോട്ടായപ്പോൾ 1.25×10⁸ മീറ്റർ/സെക്കൻഡ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അത് പറയണം. എയർ ആയപ്പം 3×10⁸, വാട്ടർ ആയപ്പം 3.25, ഗ്ലാസ് ആയപ്പം 2×10⁸, ഡയമണ്ട് ആയപ്പം 1.25. ഈ സാധനം ഞാൻ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൽ ഏറ്റവും സ്പീഡുള്ളത് ആർക്കാ? ഏറ്റവും സ്പീഡെന്ന് പറഞ്ഞാൽ ഏറ്റവും വാല്യൂ കൂടുതൽ ആരാ? 3×10⁸ അല്ലേ വാല്യൂ കൂടുതൽ. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഏറ്റവും വാല്യൂ കൂടുതൽ ആർക്കാ? അയ്യോ, ഞാൻ എഴുതിയൊരു തെറ്റുണ്ട്. വാട്ടറിന് വാട്ടർ 2 അല്ലേ? വാട്ടർ 2.25 അല്ലേ? ഓക്കെ,
വാട്ടർ 2.25 അല്ലേ? ഇതിൽ നോക്കിയേ, ഏറ്റവും കൂടുതൽ ആർക്കാ? എയറിനല്ലേ? എയറല്ലേ ഏറ്റവും വാല്യൂ കൂടുതൽ എന്ന് വെച്ചാൽ എയറിനാണ് ഏറ്റവും സ്പീഡ് കൂടുതൽ. അപ്പം ഇതിനെല്ലാത്തിനെ അപേക്ഷിച്ച് റെയറർ മീഡിയം ആരാ? റെയറർ മീഡിയം ആരാ? എയർ ആണ് ഇവിടുത്തെ റെയറർ മീഡിയം. ഓക്കെ, എയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഡെൻസർ മീഡിയമാണ് അല്ലേ? എയർ വാട്ടർ എന്താ റിഫ്രാക്ഷനാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിക്കുന്നതെങ്കിൽ അവിടുത്തെ റെയറർ മീഡിയം ആരാ? എയറാണ്. ഡെൻസർ മീഡിയം ആരാ? വാട്ടറാണ്. ഇനി വാട്ടർ ഗ്ലാസ് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ റെയറർ മീഡിയം ആരാ? ഗ്ലാസിനേക്കാളും സ്പീഡ് കൂടുതൽ ആർക്കാ? വാട്ടറിനാ. അപ്പോൾ അവിടുത്തെ റെയറർ മീഡിയം ആരായി? വാട്ടറായി. ഡെൻസർ മീഡിയം ആരായി? ഗ്ലാസ്സായി. ഗ്ലാസ് ഡയമണ്ട് മീഡിയം വെച്ചിട്ടുള്ള ചോദിക്കണമെങ്കിൽ അവിടുത്തെ റെയറർ മീഡിയം ആരായി? ഗ്ലാസ്സായി. ഡയമണ്ട് ഡെൻസർ മീഡിയം ആയി. ഓക്കെ, നീ ഒന്നുകൂടെ അതങ്ങ് പഠിക്കുക. ഇതാണ് കാര്യം. എയർ വാട്ടർ ചോദിച്ചാൽ അവിടുത്തെ റെയറർ മീഡിയം ആരാണ്? എയറാണ്. ഇനി ബാക്കിയെല്ലാം സിമിലർ അല്ലേ? ഇതിലെതിലെങ്കിലും പിന്നെ വ്യത്യാസമുണ്ടോ? ഇവിടുത്തെ റെയറർ മീഡിയത്തിൻ്റെ സ്ഥാനത്ത് എയറിനെ കൊടുക്കുക, ഡെൻസർ മീഡിയത്തിൻ്റെ സ്ഥാനത്ത് വാട്ടർ ആണെങ്കിൽ വാട്ടർ, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട്. അതേപോലെ ഇവിടെ ഈ റെയറും ഡെൻസറും മീഡിയം എന്നുള്ളത് മാറ്റി കൊടുത്തിട്ട് വാട്ടർ ആണെങ്കിൽ വാട്ടർ, എയർ ആണെങ്കിൽ എയർ, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട് ഇത് കൊടുക്കുക. ബാക്കി ഈ ഫിഗറുകളെല്ലാം സെയിമാണ്. ഓക്കെ, ഇത് മനസ്സിലാവൂ? ഒന്നുകൂടെയൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണേടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ.